ഇന്ന് ശനിയാഴ്ച രാവിലെ തന്നെ കുട്ടിപ്പട്ടാളത്തെ പൊക്കി, അല്ലെങ്കിൽ അവധി ദിവസമായതുകൊണ്ട് എണീക്കാനായിട്ട് വളരെ താമസം ഉണ്ടാവും. അതുകൊണ്ട് 7 മണിയായപ്പോൾ തന്നെ എഴുന്നേൽപ്പിച്ചു. രാവിലത്തെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം രണ്ടുപേരെയും കൊണ്ട് പോവുകയാണ് നേരെ നമ്മുടെ ബാർബർ ഷോപ്പിലേക്ക്. കണ്ടല്ലോ, രണ്ടുപേരുടെയും മുടി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു നിൽപ്പുണ്ട്. ഈ മുടി വളർന്നാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി വളർന്നു, ഇപ്പം നല്ല മഴയുണ്ട്, മഴയത്ത് ഇവന്മാർ ഓടിക്കളിക്കും. മഴയത്ത് നനഞ്ഞു കഴിഞ്ഞാൽ മുടി വളർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്നറിയില്ല, കൊറോണയ്ക്ക് ശേഷം ഇപ്പം മിനിമം ഒരാഴ്ചയാണ് നമ്മുടെ പനിയുടെ വാലിഡിറ്റി. മിനിമം ഒരാഴ്ച, മാക്സിമം 1-2 മാസം വരെ പോകാം. ഇങ്ങനെ സർവീസ് റോഡ് വഴി വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഇതേ റോഡിലൂടെയാണ് നമ്മൾ സ്കൂളിലും പോകുന്നത്. പക്ഷേ നമ്മുടെ ഹൈവേയുടെ അവസ്ഥ ഇത് കണ്ടോ, വളരെ പരിതാപകരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഓപ്പൺ സ്റ്റേജിൻ്റെ അടുത്തുള്ള കടയിലാണ് എത്തുന്നത്. ഇതാണ് നമ്മുടെ ബാർബർ സുരേഷ് ഏട്ടൻ്റെ കട. സമയം 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. 9 മണിയോടടുത്താണ് കട തുറക്കുന്നതെങ്കിലും ഓൾറെഡി 3 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സുരേഷ്. വ്യത്യസ്തനായിട്ടുള്ള ബാർബർ ബാലൻ ഉണ്ടെങ്കിൽ ഇവിടെ വ്യത്യസ്തനായിട്ടുള്ള ബാർബർ സുരേഷാണുള്ളത്. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ സുരേഷ് ഏട്ടൻ ഇവിടെ ഉണ്ട്. അന്നും ഇന്നും സുരേഷ് ഏട്ടൻ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സന്തൂർ സോപ്പിന് മറ്റൊരു പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ സുരേഷ് ഏട്ടന്. എന്തായാലും ഇവിടെ ഇത്രയും ആളുകൾ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ശൈലിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫീസും. ഇവിടുത്തെ ഫീസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പലരും പറയുന്നത് അദ്ദേഹം അസോസിയേഷനിലില്ല, അംഗമില്ല എന്തെന്നൊക്കെയാണ്. എങ്കിലും ഞങ്ങളുടെ 2 പേർക്കും കൂടി അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത് വെറും 100 രൂപയാണ്. ഇത്രയും കുറഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെയ്ത് കിട്ടുമോ? ഇതുപോലെ വ്യത്യസ്തകൾ നിറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങളുള്ള നാടാണ് നമ്മുടെ സ്വന്തം പുറക്കാട്.